നമസ്കാരം. കുട്ടികളിലും മുതിർന്ന ആളുകളിലും ഒരുപോലെ കണ്ടുവരുന്ന പ്രശ്നമാണ് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഇത് കാരണം തലയോട്ടിൽ അസഹ്യമുള്ള ചൊറിച്ചിൽ, മുടി കൊഴിച്ചിലുണ്ടാവുക, നെറ്റിയിലും കഴുത്തിന്റെ പുറകുവശത്തൊക്കെ ആയിട്ട് കുരുക്കൾ രൂപപ്പെടുക, കൺപീലിയിലും താടിയിലും അല്ലെങ്കിൽ പുരികങ്ങളിൽ നിന്നൊക്കെ രോമങ്ങൾ കൊഴിഞ്ഞു പോവുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. താരന്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും ആളുകൾ പലതരത്തിലുള്ള ആന്റി ഡാൻഡ്രഫ് ഷാംപൂസുകൾ മാറ്റി ഉപയോഗിച്ച് നോക്കും, അല്ലെങ്കിൽ എണ്ണകൾ മാറ്റി ഉപയോഗിച്ച് നോക്കും. ഇതിനൊക്കെ മുൻപായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അതിന്റെ കറ കളഞ്ഞതിന് ശേഷം ജെല്ല് മാത്രം സ്കാൽപ്പിൽ ഒരു 10 മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഹെയർ വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്യുന്ന സമയങ്ങളിൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ഹെർബൽ ഷാംപൂസ് എന്തെങ്കിലും ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് തലേ ദിവസം കുറച്ച് ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഈ ഉലുവ തൈരോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ചേർത്ത് അരച്ചിട്ട് ഈ ഒരു പേസ്റ്റ് സ്കാൽപ്പിൽ ഇതേപോലെ 10 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ മൈൽഡായിട്ടൊരു ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്യാം. ഇതും ആഴ്ചയിൽ 3 തവണ ചെയ്യുക. അതേപോലെ തന്നെ കടുകും ഇതുപോലെ അരച്ചിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് ഒരു 10 മിനിറ്റിന് ശേഷം മൈൽഡ് ഷാമ്പു വെച്ചിട്ട് കഴുകി കളയാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫിന്റെ ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും താരന് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഹോമിയോപ്പതിയിലും ഇത്തരം താരന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് മരുന്നുകൾ ലഭ്യമാണ്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ താരന്റെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും.